ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ബീട്രൂട്ടിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ വേവിക്കാൻ വെച്ച വെള്ളത്തോടൊക്കെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായിട്ട് തന്നെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാല് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ഇട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 സ്പൂൺ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്തതിന് ശേഷം പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് റവ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച റവ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴും നമ്മളെ ഡ്രിങ്ക് കുറച്ചൊന്ന് കട്ടിയായി വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കട്ടിയിലാകുമ്പോഴായിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാനത് തണുപ്പിച്ചിട്ടാട്ടോ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയത്. തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. നിങ്ങൾക്ക് തരിക്കഞ്ഞൊക്കെ കുടിക്കണ പോലെ നെയ്യിൽ അണ്ടിമുന്തിരിയൊക്കെ താളിച്ചിട്ട് അങ്ങനെയും കുടിക്കാം. ഞാനിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും തമ്പിലേന് നല്ല കളറുള്ള ഒരു ഫോട്ടോ ആയിരുന്നല്ലോ എന്ന്. അത് ഞാൻ അതിന്റെ മുമ്പ് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതിൽ ചില ഭാഗങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി. ഞാൻ വീണ്ടും വീഡിയോ എടുത്തതാണിത്. അന്ന് ഞാനിത്തെ ബീട്രൂട്ട് നല്ല കളറുള്ളതേനി. ഈ ഒരു വീഡിയോയിൽ ചെയ്ത ബീട്രൂട്ട് അത്ര കളറില്ലാത്തതേന്ന് കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് ആണെങ്കിൽ ചെറിയ കഷ്ണം ഇട്ടാൽ മതി. അധികം കളറില്ലാത്ത ബീട്രൂട്ട് ആണെങ്കിൽ 2 കഷ്ണം എടുക്കുക. അപ്പൊ നമ്മളെ ഡ്രിങ്കിന് നല്ല കളർ കിട്ടും. അപ്പൊ കാണാനും നല്ല ഭംഗിയായിരിക്കും. അത് കരുതി ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഒന്നും വരുമൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.